നേപ്പാളിനെ നടുക്കിയ ഭീകര മിന്നൽ പ്രളയത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2026 ഓഗസ്റ്റ് 26-ന് നേപ്പാൾ ടിബറ്റ് അതിർത്തിക്ക് സമീപമുള്ള റാസുവ മേഖലയിലാണ് ആദ്യം ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായത്. മഞ്ഞും പാറകളും ഇടിഞ്ഞു വീണ് നദിയിൽ തടസ്സം രൂപപ്പെട്ടതും പിന്നീട് അത് തകർന്നതുമാണ് പ്രളയത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. നദിയിൽ രൂപപ്പെട്ട തടസ്സം പിന്നീട് തകർന്നതോടെ വെള്ളവും ചെളിയും കൂറ്റൻ പാറകളും അതിശക്തമായ വേഗത്തിൽ താഴേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. നിരവധി വീടുകളും വാഹനങ്ങളും പാലങ്ങളും റോഡുകളും തകർന്നു. ഹൈഡ്രോ പവർ പദ്ധതികൾക്കും വലിയ നാശനഷ്ടമുണ്ടായി. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ 289-ലധികമായി ഉയർന്നിട്ടുണ്ട്. ഏകദേശം 1500-ലധികം പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. കാണാതായവരിൽ പ്രദേശവാസികൾക്കൊപ്പം വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നുണ്ട്. തകർന്ന റോഡുകളും പാലങ്ങളും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. എന്നിരുന്നാലും രക്ഷാപ്രവർത്തകർ അപകടം വകവയ്ക്കാതെ കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഹിമാലയൻ മേഖലയിൽ ഇത്തരം ദുരന്തങ്ങളുടെ ഭീഷണി വർദ്ധിച്ചു വരുന്നതിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണ് ഈ മിന്നൽ പ്രളയം. നേപ്പാളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കാണാതായ എല്ലാവരെയും സുരക്ഷിതമായി കണ്ടെത്താനാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.